ഇത് SM ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് വൈഫിനെയാ? ഏത് വൈഫിനെന്നു? നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് മിസ്റ്റർ? നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോഡിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസ്സസ് കൃഷ്ണ? ശരി, താങ്ക് യു. മിസ്റ്റർ പ്രകാശ്, ഒരു കോൾ ഉണ്ട്. അതല്ല ഇത്. താങ്ക് യു. ഹലോ പ്രകാശ്. മിസ്റ്റർ പ്രകാശ് അല്ലേ? സുമിത്ര ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അടുത്ത വീട്ടിലെ ജേക്കബിന്റെ മിസ്സസ് ആണ്. താങ്ക് യു. ഞാനിപ്പോ പോവാം. വണ്ടി നിർത്തി മാറ്റൂ. എക്സ്ക്യൂസ് മീ, ഒരു മിസ്സസ് പ്രകാശിനെ ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് എ മിനിറ്റ്. പ്രഭാര, ഒന്നിങ്ങി വന്നേ. സാറാ ആരെ ചോദിച്ചേ? അല്ല, ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ? മിസ്സിസ് പ്രകാശ്. താനൊന്ന് OP കൊണ്ടേ ഇല്ല സാറേ. കൊടുത്തിട്ട് പാടി. എന്താ വേണ്ടത്? ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? മിസ്സിസ് പ്രകാശ്. താനിതുവരെ പോയില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത്? ഇത് ആരെങ്കിലും ഒന്ന് പറയേ. എത്ര നേരം ചോദിക്കുന്നു? ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ്? മിസ്സസ് പ്രകാശ് 309. താങ്ക് യു. ഒന്ന് മാറിക്കേ. അത്യാവശ്യമുള്ള ആളല്ലേ. കൃഷ്ണ. പ്രകാശ്, ഡോക്ടർ വന്നിരുന്നോ? ഇപ്പൊ വിഷമമൊന്നുമില്ല? ഇല്ല. ഡോണ്ട് വറി. സാറേ, സാറല്ലേ മിസ്സിസ് പ്രകാശിനെ അന്വേഷിച്ചത്? അതെ, ഇതാണല്ലോ മിസ്സസ് പ്രകാശ്. അവിടെ എന്താണ് കാര്യം? സാറല്ലേ മിസ്സിസ് പ്രകാശിനെ അന്വേഷിച്ചത്? അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവളും വന്നോ? അപ്പൊ ഇതാരാ സാറേ? അതൊക്കെ ഉണ്ട്. അവര് കൃഷ്ണ, ഒരു മിനിറ്റ് വരുന്നേ. ഡോക്ടർ കാണാം. സുമി, എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല. പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. സാർ, സാറിനോട് അന്വേഷിക്കുന്നു. ഹലോ, എങ്ങനെയുണ്ട്? സിസ്റ്റർ, ആ കേസ് ഷീറ്റ് റൂമിലേക്ക് കൊടുത്തേ. സുമി, അതിനിടയ്ക്ക് എവിടെ പോയത്? അത് എന്റെ ഒരു ഫ്രണ്ടിന് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ്, താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ വറി കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേ. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ വരാം. വേഗം വരണേ. ആ. അതിനെനിക്ക് സിസേറിയനാണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്സിസ് പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്സിസ് പ്രകാശിനെ എഴുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ ആണോ നോക്കിക്കണേ ഒത്ത്? നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, താനെന്താ ഇവിടെ? ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലാന്ന്. സിസറിന് ഓപ്പറേഷൻ? ആർക്ക്? ഇവർക്കോ? ആ, താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ? താനെ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ? അതെ, ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണത്. പക്ഷെ ഡോക്ടർ മിസ്സസ് മേനോന്റെ പേഷ്യന്റ് ആണ്. അപ്പളേ ഒഴിവാക്ക്, സ്ഥലം ഒഴിവാക്ക്. എന്താണ് വർക്ക് തനിക്ക് ഇവിടെ കാര്യം? ഒന്നുമില്ല ഡോക്ടർ,
ഹൗ ആർ യു? ഓക്കെ ഓക്കെ ഡോക്ടർ. ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ്, അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ്. അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ. ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. എടോ അത് 301-ലേക്കുള്ളതാ. വേഗം കൊണ്ടു കൊടുക്ക്. 301 കൊണ്ടുപോ. പോ. വേഗം പോ. ആ നിക്ക് സിസ്റ്ററെ, നമുക്ക് മേനോൻ ഡോക്ടറോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ട് വരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ്. അല്ലേ വേണ്ട, നമുക്ക് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ പോവാ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. പാവം. സിസേറിയൻ എന്ന് പറയുമ്പോഴാ എനിക്കൊരു പേടി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ കുട്ടി. ഉള്ളതുപോലെ പറയും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം, ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ? സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ, സിസ്റ്റർ, ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301-ലാണല്ലോ സുമിത്ര കിടക്കുന്നത്. കൃഷ്ണ, നല്ല ആളാ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ഏതോ പേഷ്യന്റാ. എന്തിനാ പ്രകാശിനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ? ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവന്റെ പേര് പ്രകാശ് ആയിക്കൂടെ? പാവം വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശനെ കാണാത്തോണ്ടല്ലേ ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശിനകത്ത് ഈ പ്രകാശ് പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണടച്ച് കൊടുക്കുമ്പോൾ ഈ പ്രകാശോട് പറന്നെത്തും. ഓക്കെ, എന്താ സുമി വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ഡോക്ടർ, ഡോണ്ട് വറി. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. അമ്മേ, ഒന്നുമില്ല, എല്ലാം ശരിയോ ഡോക്ടർ? സുമി, സിസ്റ്റർ, ഒരു ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. ശരി ഡോക്ടർ. Just see my position. Sumi, Krishna, please, Sumi, ഞാൻ പറയുന്നത് കേൾക്കും. അയ്യോ സുമി, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കും. എന്നെ ഒന്നും